പരസ്യ സംവാദ വിഷയത്തിൽ ഉരുണ്ട് കളിച്ച നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയാണ് ഇന്നും കാണുവാൻ സാധിച്ചത്. താൻ പറഞ്ഞ ദിവസവും സമയവും രാജീവ് ചന്ദ്രശേഖരന് പറ്റില്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്ന സമയത്ത് താൻ സംവാദത്തിന് തയ്യാറാണെന്നാണ് ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ശിവൻകുട്ടി മാത്രം പോരാ, മുഖ്യമന്ത്രിയും വേണം സംവാദത്തിന് എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ വാദം. നേമം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറാണ് നേമം മണ്ഡലത്തിലെ വികസനം സംബന്ധിച്ച വിഷയത്തിൽ ആദ്യം പരസ്യ സംവാദത്തിന് LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടി തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത്. തുടർന്ന് ഈ മാസം 29-ന് പരസ്യ സംവാദം പൂജപ്പുരയിൽ വെച്ച് നടത്താമെന്ന് ശിവൻകുട്ടി പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നാൽ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ഉരുണ്ടുകളിക്കുന്ന സമീപനമാണ് ഇതിൽ സ്വീകരിക്കുന്നത്. ഈ മാസം 29-ന് പ്രധാനമന്ത്രി പാലക്കാടെത്തുന്ന ദിവസമാണ് എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വാദം. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുന്ന സമയത്ത് താൻ സംവാദത്തിന് തയ്യാറാണെന്ന് ശിവൻകുട്ടി പ്രതികരിച്ചു. സംവാദത്തിന് എന്നെ വെല്ലുവിളിക്കുക, ഞാനത് സംബന്ധിച്ച് സമയം നിശ്ചയിക്കുക, സ്ഥലം നിശ്ചയിക്കുക, അതിനുശേഷം അദ്ദേഹത്തിന് അസൗകര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറൊരു സ്ഥലം നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുക, അതിനുശേഷം കാലുമാറി വർത്തമാനം പറയുന്നത് ഒരു മര്യാദകേടാണ്. അദ്ദേഹം പരസ്യ സംവാദം നടത്തുന്ന പരീക്ഷയിൽ അദ്ദേഹത്തിന് 0 മാർക്ക് കിട്ടും, എനിക്ക് A+ കിട്ടും. അപ്പോൾ കണ്ടത് വീണ്ടും നിലപാട് മാറ്റുന്ന രാജീവ് ചന്ദ്രശേഖരനെയാണ്. ശിവൻകുട്ടി മാത്രം പോരാ, മുഖ്യമന്ത്രി കൂടി വേണം പരസ്യ സംവാദത്തിന് എന്നതായിരുന്നു പുതിയ വാദം. അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മറുപടി കൊടുക്കാൻ താല്പര്യമില്ല, അത് ഞാൻ തീരുമാനിച്ചോളാം. അദ്ദേഹത്തിന്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ചോളാം. നിങ്ങളുടെ ഒരു ഇന്റർവെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ശിവൻകുട്ടി മാത്രം വന്നാൽ പോരാ, ഇവിടെ മുഖ്യമന്ത്രിക്കും ധൈര്യം ഉണ്ടാവണം സംവാദം ചെയ്യാൻ. ചുരുക്കത്തിൽ പരസ്യ സംവാദം എന്ന ആശയം മുന്നോട്ട് വെച്ച രാജീവ് ചന്ദ്രശേഖർ തന്നെ അതിൽ നിന്നും പിൻവലിയുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. സംവാദത്തിന് വന്നാൽ വികസനം ചർച്ചയാകും എന്ന വിലയിരുത്തലാണ് ഇതിന് കാരണം എന്നതാണ് ഉയരുന്ന അഭിപ്രായം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.